എല്ലാ ശാലോം ടി വി പ്രേക്ഷകർക്കും സൺഡേ ചാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് പോകുന്നത് തൃശ്ശൂർ അതിരൂപതയിലെ മറ്റം ഫൊറോനയിലെ വാഗ സെൻറ്റ് സെബാസ്റ്റ്യൻ ചർച്ചിലേക്കാണ്. നല്ല മിടുക്കരായിട്ടുള്ള എനർജറ്റിക് ആയിട്ടുള്ള കാറ്റിസം സ്റ്റുഡൻസാണ് ഇവിടെ ഉള്ളത്. നമുക്ക് അവരെ കാണാം, പരിചയപ്പെടാം. ലെറ്റ്സ് ഗോ. തൃശ്ശൂർ അതിരൂപതയിൽ അതിപുരാതനമായ മറ്റം ഫൊറോനയിലുള്ള ഒരു ദേവാലയമാണ് സെന്റ് സെബാസ്റ്റ്യൻസ് ചർച്ച് വാഗ. 1976 സ്ഥാപിക്കപ്പെട്ടത്. ഈ ദേശത്തിന് ഈ ദേവാലയം ഒരു വലിയ കുടുംബം പോലെയാണ്. ജാതി മത വർണ്ണ ഭേദമന്യേ ഏവരുടെയും പ്രിയപ്പെട്ട ഇടം. ഇവിടെയുള്ള ഓരോ വ്യക്തികൾക്കും ആത്മീയമായി വളരാനും ആശ്വാസം കണ്ടെത്താനും എന്നും തുറന്നിട്ട വാതിലുകളുമായി ഈ ദേവാലയം ഇവിടെ നിലകൊള്ളുന്നു. രൂപതയിൽ തന്നെ ഏറ്റവും മികച്ച രീതിയിൽ ക്രിസ്തീയ മൂല്യങ്ങൾ ഉയർത്തിപ്പിടിക്കുന്ന വാഗ ദേവാലയം ഈ ദേശത്തെ മക്കൾക്കും മുതിർന്നവർക്കും ആത്മീയവും ധാർമ്മികവുമായ വിദ്യാഭ്യാസം പകർന്നു നൽകുന്നതിലും ഏറെ മുൻപന്തിയിലാണ്. നമ്മളിപ്പോൾ ആയിരിക്കുന്ന വാഗ ഇടവകയിലെ വികാരി അച്ഛനും അതേപോലെ തന്നെ കുറച്ച് ആളുകൾ അവിടെ നിൽക്കുന്നുണ്ട്. നമുക്ക് അച്ഛനോട് തന്നെ ഈ ഇടവകയിലെ വിശേഷങ്ങളും മതബോധനത്തിൻ്റെ വിശേഷങ്ങളും ചോദിക്കാം. അച്ഛാ നമസ്കാരം. ഈശോ വിശേഷിക്ക് സ്തുതിയായിരിക്കട്ടെ അച്ഛാ. നമുക്കിവിടെ വന്നിരിക്കുന്ന മതബോധന വിദ്യാർത്ഥികളെ കാണാൻ ഇതൊക്കെയാണ്. നമ്മുടെ ഈ ഇടവകയുടെ ഒരു ചരിത്രം അതേപോലെ തന്നെ കുട്ടികളെ പറ്റിയിട്ടൊക്കെ അച്ഛൻ എന്താ പറയാനുള്ളത്? വളരെ ആക്റ്റീവായിട്ടുള്ളൊരു വിശ്വാസ സമൂഹമാണ്. രാവിലെ 6 മണിക്ക് കുർബാന, 5:40 ആരാധനയ്ക്ക് തന്നെ കുറെ ആളുകൾ വരാറുണ്ട്. മിക്കവാറും ആളുകള് പലതരത്തിൽ ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. മിക്കവാറും ഭാര്യയും ഭർത്താവും ജോലിക്ക് പോകുന്ന ആൾക്കാരാണ്. എല്ലാവരും കുർബാനയ്ക്ക് ഒരു കാറ്റീസം ഡിപ്പാർട്ട്മെന്റും ചെറിയ കുറച്ച് കുട്ടികളാണെങ്കിലും വളരെ ആക്റ്റീവായിട്ടുള്ള ഒരു യൂണിറ്റാണ്. കുറെ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസും എല്ലാ കാര്യങ്ങളും നല്ല രസമായിട്ട് പോകുന്ന ഇടവകയാണ്. അതായത് ഇവിടെ കാറ്റീസത്തിലെ ക്ലാസ്സിൽ 3 കുട്ടികൾ 4 കുട്ടികളൊക്കെ ഉള്ളെങ്കിലും ടീച്ചർമാരും കുട്ടികളും തമ്മിൽ ഭയങ്കര ബന്ധമുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്ന ഒരു മറ്റിടവകാരാണ് ഇവര്. മറ്റം AD 140 സ്ഥാപിച്ചു എന്നാണ് പറയുന്നത്. അന്ന് മുതലേ ഇവിടെ ക്രൈസ്തവ സമൂഹം ഉണ്ട്. അതെ, വളരെ പഴയൊരു ഇടവക. ഇതേ മറ്റിടവകയുടെ ഭാഗമായിരുന്നു. ഇപ്പൊ ആളുകൾ താമസിക്കുന്ന വീട്ടുകാർ തന്നെ വർഷങ്ങളായി അവിടെ തലമുറകളായി താമസിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇടവകയായിട്ട് വേണമെങ്കിൽ 10-60 വർഷത്തിന്റെ ഈ സെപ്പറേറ്റ് ഉള്ളെങ്കിലും പഴയ ഒരു പുരാതന സമൂഹമാണ്. അപ്പൊ അതിന്റെ ഒരു നന്മയും ഒരു പാരമ്പര്യമൊക്കെ വീടുകളിൽ നമുക്ക് കാണാൻ പറ്റും. ഈ പള്ളി പണിതത് 1900 പണിത് ഇങ്ങോട്ട് മാറിയത് 94-ലാണ്. 94 ഡിസംബർ 28-നാണ് ഇതിന്റെ ആശീർവാദം. അപ്പോഴും ഇടവകയായിട്ടില്ല. ഇടവക തിരിയണതിനെ പറ്റിയിട്ട് ആലോചിച്ചു. അപ്പൊ പലർക്കും അവിടെ നിന്ന് ഇങ്ങോട്ട് പോരാ ഇഷ്ടമല്ല. ഏകദേശം ഒരു 400 മീറ്റർ അപ്പുറം തൊട്ടുള്ള വീടുകൾ ഉൾപ്പെടുത്തിയിട്ട് 2010 ജനുവരി 17-ന് ഒരു ഇടവകയായിട്ട്, സ്വതന്ത്ര ഇടവകയായിട്ട് പ്രഖ്യാപിച്ചു. 2010 ഇപ്പൊ 15 കൊല്ലം ഈ ജനുവരിയിലേക്ക് ഇതൊരു ഇടവക ആയത്. ഇപ്പൊ വാഗ എന്ന് പറഞ്ഞ സ്ഥലത്തിന്റെ ഒരു മുഖച്ഛായ ഇപ്പൊ വാഗ പള്ളിയും വാഗ ഇടവകയായിട്ട് മാറിക്കഴിഞ്ഞു. അതൊരു സ്വപ്നമായിരുന്നു ആൾക്കാരുടെ. ഓക്കെ, അതിനെന്തായാലും മുൻകൈ നിന്നത് നിങ്ങളൊക്കെ തന്നെയാണ്. പൂർവികരൊക്കെയാണ്. എന്നാൽ ഇത്രയും എനിക്ക് തോന്നുന്നു ഈ ഒരു പ്രായം എന്നുള്ളത് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഞാൻ പറഞ്ഞു. നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറയുന്നത് പാപത്തെ കുറിച്ച് ഇവരുടെ അടുത്ത് സംസാരിക്കുക എന്നുള്ളതാണ്. നമുക്ക് നേരെ അവരുടെ അടുത്തേക്ക് പോവാം. റെഡി അല്ലേ? പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഞാൻ കുറച്ച് ചോദ്യങ്ങളൊക്കെ ഒന്ന് ചോദിക്കട്ടോ. ഈ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ടുള്ള മറുപടിക്കൊക്കെ സമ്മാനമുണ്ട്. ആർ യു റെഡി? ഓ, ഈ എനർജി ത്രൂ ഔട്ട് ഉണ്ടാവണം. ഓക്കെ, അപ്പോ ആദ്യത്തെ ചോദ്യം ചോദിക്കാൻ പോവാണ്. ബോൺ നത്താലെ എന്ന വാക്കിന്റെ അർത്ഥം എന്താണ്? മാരി ക്രിസ്മസ്. പേരെന്തായിരുന്നു? ഇതൾ. ഇതളിന് നല്ലൊരു കൈഡി കൊടുത്തേ. അടുത്ത ചോദ്യം ഇതാണ്. കേരളത്തിൽ നിന്ന് എത്ര വിശുദ്ധരുണ്ട്? ആരൊക്കെ? യെസ്, 4 പേരാണ്. ഓക്കെ. വിശുദ്ധ ചാവറ ഇലിയാസ് കുര്യാക്കോസ്, വിശുദ്ധ അൽഫോൺസാമ, വിശുദ്ധ യൂപ്രാസ്യ, വിശുദ്ധ മറിയം ത്രേസ്യ. എന്റെ പൊന്നോ, നല്ലൊരു കൈഡി കൊടുത്തേ. എമ്മിലാണ് കേട്ടോ ഉത്തരം പറഞ്ഞേ. ഇതും ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രീതിയിലുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നിങ്ങളൊന്ന് ആലോചിക്കുക, എന്നിട്ട് ആരെങ്കിലും ഉത്തരം പറയാം. നമ്മൾ വളർന്നു വരുന്ന അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസ പരിശീലനവും കാര്യങ്ങളൊക്കെ നമുക്കുണ്ട് അല്ലേ? അതേപോലെ തന്നെ നമ്മൾ പള്ളിയിലെ സംഘടനകളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. നമ്മൾ ദൈവവിശ്വാസത്തിൽ വളർന്നിട്ടും എന്തുകൊണ്ടാണ് നമ്മൾ ഈ പാപത്തിലൊക്കെ വീണു പോകുന്നത്? ആരാ? യെസ്, അവിടെ ഒരാൾ കൈപ്പൊക്കിയിട്ടുണ്ട്. പേരെന്താണ്? മിൽക്കയാണ്. മിൽക്കയാണ് ഉത്തരം പറയാൻ പോകുന്നത്. എന്തുകൊണ്ടാണ്? ദൈവം നമുക്ക് ധാരാളം സംരക്ഷണ വലയം നൽകുന്നുണ്ട്. പക്ഷെ നാം എല്ലാവരും ആ സംരക്ഷണ വലയത്തിൽ നിന്ന് ഓടി അകലുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഓടി അകലുമ്പോഴാണ് നാം പാപത്തിൽ വീഴാനായിട്ടുള്ള കാരണം. നമ്മൾ പാപം തകർക്കാൻ ശ്രമിക്കുന്നതിന് കാരണം ദൈവത്തിലുള്ള ആഴത്തിലുള്ള വിശ്വാസക്കുറവും ദൈവത്തിൻ്റെ അറിവിൻ്റെ അഭാവവുമാണ്. ദൈവത്തിൻ്റെ രക്ഷ പ്രാപിച്ചുകൊണ്ട് അതിൽ നിന്ന് പാപത്തിൽ നിന്ന് അകന്ന് ജീവിക്കാൻ നമുക്ക് ശ്രമിക്കാം.
അതിൽ പറഞ്ഞൊരു നല്ലൊരു കൈഡി കൊടുക്കാം കേട്ടോ നമ്മുടെ മിൽക്കിക്ക്. അടിപൊളിയായിട്ട് പറഞ്ഞു അല്ലേ? നമ്മുടെ വാഗ ഇടവകയിൽ ഞാൻ അറിഞ്ഞത് കുറച്ച് നല്ല അടിപൊളിയായിട്ടുള്ള കലാകാരന്മാരും കലാകാരികളും ഉള്ള ഒരു ഇടവകയാന്നുള്ളതാണ്. ശരിയാണോ? അപ്പൊ അവരുടെ ഒരു പെർഫോമൻസ് നമുക്ക് കണ്ടാലോ? ഹീറോ ഞാനൊരു ഹീറോ, യേശുവിൽ ഞാൻ ഹീറോ, യേശുവിന്റെ ഉള്ളിൽ വന്നാൽ ഞാനൊരു സൂപ്പർ ഹീറോ. ഹീറോ ഞാനൊരു ഹീറോ, യേശുവിൽ ഞാൻ ഹീറോ, യേശുവിന്റെ ഉള്ളിൽ വന്നാൽ ഞാനൊരു സൂപ്പർ ഹീറോ. ലക 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 ജും ജും ബര ജും ബര ലക 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 ജും ജും ബര ജും ബര ലക 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 ജും ജും ബര ജും ബര ലക 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 ജും ജും ബര ജും ബര ലക ലക. സീറോ ഞാനൊരു സീറോ, യേശുവിൽ സീറോ, യേശുവിന്റെ ഉള്ളിൽ ഞാനൊരു വെറും സീറോ. സീറോ ഞാനൊരു സീറോ, യേശുവിൽ സീറോ, യേശുവിന്റെ ഉള്ളിൽ ഞാനൊരു വെറും സീറോ. ലക 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 ജും ജും ബര ജും ബര ലക 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 ജും ജും ബര ജും ബര ലക 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 ജും ജും ബര ജും ബര ലക 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 ജും ജും ബര ജും ബര ലക ലക. हीरो एक में हीरो, ईशु का मैं हीरो, ईशु मेरा दिल में है तो मैं एक सुपर हीरो. हीरो एक में हीरो, ईशु का मैं हीरो, ईशु मेरा दिल में है तो मैं एक सुपर हीरो. लका 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 जुम जुम बरा लका 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 जुम जुम बरा लका 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 जुम जुम बरा लका 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 जुम जुम बरा लका लका. ज़ीरो एक में ज़ीरो, यीशु नहीं तो ज़ीरो, यीशु मेरा दिल में नहीं तो मैं एक पेड़ ज़ीरो. ज़ीरो एक में ज़ीरो, यीशु नहीं तो ज़ीरो, यीशु मेरा दिल में नहीं तो मैं एक पेड़ ज़ीरो. लका 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 जुम जुम बरा लका 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 जुम जुम बरा लका 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 जुम जुम बरा लका 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 जुम जुम बरा लका लका. പത്രോസും യൂദാസും ശിഷ്യരാണ്. പത്രോസ് എപ്പോഴെങ്കിലും പാപം ചെയ്തതായിട്ട് പറയുന്നുണ്ടോ? ഉണ്ടോ? എപ്പോഴാ? ഈശോനെ തള്ളി പറഞ്ഞു. കണ്ട നല്ലൊരു കൈയടി. ഇതിനാണ് കൈയടി. യൂദാസ് എന്ത് തെറ്റാ ചെയ്തേ? ചോദ്യം ഇതാണ്, നമുക്ക് രണ്ടുപേരും പാപം ചെയ്തു. ഈ രണ്ട് പാപങ്ങൾ എങ്ങനെയാണ് വ്യത്യസ്തപ്പെട്ടിരിക്കുന്നതെന്നാണ് ചോദ്യം. ആരുത്തരം പറയാൻ പോകുന്നേ? ഈശോയ്ക്ക് രണ്ട് ശിഷ്യന്മാരും ഇഷ്ടപ്പെട്ട, രണ്ടുപേരും തുല്യരായിരുന്നു. ഈശോയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു പത്രോസ്. പത്രോസ് സഭയുടെ തലവനാണ്. പത്രോസ് ഈശോനെ തള്ളി പറയുമെന്ന് ഈശോയ്ക്ക് അറിയായിരുന്നു. കോഴി കൂവുന്നതിന് മുന്നേ 3 പ്രാവശ്യം തള്ളി പറയുമെന്ന് ഈശോ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ പത്രോസ് തൻ്റെ പാപം തിരിച്ചറിഞ്ഞു. പത്രോസിനെ അറിയാം ഈശോയ്ക്ക് എന്നെ ഇഷ്ടമായിരുന്നു, പക്ഷേ എന്നിട്ട് ഞാൻ ഈശോനെ തള്ളി പറഞ്ഞല്ലോ. അത് കഴിഞ്ഞ് പത്രോസ് തൻ്റെ പാപം മനസ്സിലാക്കിയപ്പോൾ അത് ഏറ്റു പറഞ്ഞ് മനസ്തപിച്ചു. അങ്ങനെ മാനസാന്തരത്തിലേക്ക് നയിച്ചു. പക്ഷേ യൂദാസും തള്ളി പറയുമെന്ന് ഈശോയ്ക്ക് അറിയായിരുന്നു. ചുംബനം കൊണ്ട് എന്നെ ഉറ്റി കൊടുക്കുന്നവൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത് ബൈബിളിൽ. യൂദാസ് പക്ഷേ 30 വെള്ളിക്കാശിന് വേണ്ടിയിട്ടാണ് ഈശോനെ ഉറ്റി കൊടുത്തത്. എന്നിട്ട് യൂദാസ് ആ പാപം തിരിച്ചറിഞ്ഞു, പക്ഷേ മനസ്തപിച്ചില്ല. അവിടെയാണ് 2 പേരിലുള്ള വ്യത്യാസം ഇരിക്കുന്നത്. പത്രോസ് മനസ്തപിച്ച് മാനസാന്തരത്തിലേക്ക് നയിക്കപ്പെട്ടു, എന്നാൽ യൂദാസ് അത് ചെയ്തില്ല. യൂദാസ് ആ 30 വെള്ളിക്കാശിന് വേണ്ടി വീഴ്ച രക്തപ്പറമ്പ് എന്നാണ് ബൈബിളിൽ പറയുന്നത്. ആ രക്തപ്പറമ്പിൽ ആത്മഹത്യ ചെയ്യാണ് ചെയ്തത്. ആത്മഹത്യ പാപങ്ങൾ ക്ഷമിക്കാനുള്ള ഒരു വഴിയല്ല ഒരിക്കലും. അത് ഇന്നത്തെ സമൂഹത്തിലായാലും അന്നായാലും. അതുകൊണ്ടാണ് ഇവർ 2 പേരുടെയും പാപം വ്യത്യസ്തപ്പെട്ടിരിക്കുന്നത്. ഇന്ന് നമുക്ക് മാനസാന്തരത്തേക്കുള്ള ഒരു വഴി എന്ന് പറയുന്നത് കുമ്പസാരാണ്. കുർബാന സ്വീകരിച്ചുള്ള എല്ലാവർക്കും, അതായത് ആദ്യ കുർബാന സ്വീകരണം കഴിഞ്ഞുള്ള എല്ലാവർക്കും കുമ്പസാരം എന്ന ഒരു കൂദാശ ചെയ്യാൻ പറ്റും. അതിലൂടെ നമ്മുടെ പാപങ്ങൾ മോചിച്ച് ഈശോയ്ക്ക് കൂടുതൽ അടുക്കാനാണ് സാധിക്കുന്നത്. ഇങ്ങനെയാണ് ഈ ബൈബിളിൽ പറഞ്ഞ പാപങ്ങളും വ്യത്യാസപ്പെട്ടിരിക്കുന്നത്. ഇതിലെ ചെറിയൊരു കൈയടി പോരാ. ഇതേ ജീനിയസ് ആയിട്ടുള്ള ആളുകൾക്കാണ് ഇതിനൊക്കെ ഉത്തരം പറയാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് പത്രോസിനെ പോലെ ആകാം. ആരെ പോലെ ആവരുത്?
യുവദാസിനെ പോലെ ആവരുത്. ക്ലിയർ ആയോ? ഒരു ചോദ്യം പെട്ടെന്ന് നിങ്ങൾക്ക് സമ്മാനം കിട്ടാൻ പോകുന്ന അടുത്ത ചോദ്യം ഞാൻ പറയാം. ഇതിന്റെ ഇടയിൽ കൂടെ ഞങ്ങൾ ചോദ്യം ചോദിക്കട്ടോ. ഇതൊന്ന് ഡൈവേർട്ട് ചെയ്ത് വിടാനൊന്നല്ല, എന്നാലും ഇതിന്റെ ഇടയിൽ കൂടെ നമുക്കറിയാം, നേരത്തെ പറഞ്ഞ മറിയം ത്രേസ്യ നമ്മുടെ ഒരു അഭിമാനമായിട്ടുള്ള ഒരാളാണ്. കാരണം എന്താണ്, മറിയം ത്രേസ്യയുടെ കബറിടം വരുന്നത് നമ്മുടെ കേരളത്തിലൊരു സ്ഥലത്താണ്. ആ കബറിടം വരുന്ന സ്ഥലം ഏതാണ്? പറയുന്ന ആൾക്ക് കൈ പൊക്കുക, പറയാ. ഒല്ലൂരാണോ? ചെറിയൊരു ഡിഫറൻസ്, പക്ഷെ ഒല്ലൂർ ഒരാളുണ്ട് അല്ലേ, എന്നാലും കുഴപ്പമില്ല. ഒല്ലൂരുള്ളത് ആരെയാണ്? കുഴിക്കാട്ടുശ്ശേരി ആണ്. കുഴിക്കാട്ടുശ്ശേരി. അത് കറക്റ്റായ ഉത്തരമാണ്. ആദ്യം ഒന്ന് പാളിയാലും രണ്ടാമത്തെ കറക്റ്റായിട്ട് ഇതള് പറഞ്ഞു. ഇതളിന് വീണ്ടും ഞങ്ങൾ സമ്മാനം കൊടുക്കാനായിട്ട് റെഡിയാണ്. നല്ലൊരു കൈഡി കൊടുക്കാം. അപ്പൊ ഒരു കറക്ഷൻ ഞാൻ ഇവിടെ പറയാണ്. ഇതിൽ ആദ്യം പറഞ്ഞ എവിടെയായിരുന്നു? ഒല്ലൂര് ആരെ കബറിട ടീച്ചറെ? പ്രാവശ്യമയുടെ കബറിടാണ് ഇവിടെ ഒല്ലൂരുള്ളത്. അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചോദ്യം കൂടി ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്. നമുക്കറിയാം നമ്മുടെ കുട്ടികൾ ഇപ്പോൾ പണ്ട് അത് യൂത്ത് എന്നുള്ള രീതിയിലാണ്, യുവാക്കൾ അല്ലെങ്കിൽ യുവതികൾ എന്നുള്ള രീതിയിലേക്ക് പറയുമ്പോൾ ഇന്ന് വളരെ സങ്കടത്തോടു കൂടി നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നമ്മുടെ കുട്ടികൾ നല്ല രീതിയിൽ ഈ ലഹരികൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ ലഹരികൾ ഉപയോഗിക്കുന്നത് എന്തുകൊണ്ടാണ് പാപമായിരിക്കുന്നത്? ലഹരികൾ ഉപയോഗിക്കുന്നത് പാപമാണ്. കാരണം ദൈവത്തിന്റെ അനുഗ്രഹവും ദാനമാണ് നമ്മുടെ ശരീരവും മനസ്സും ആരോഗ്യവും. ഈ ലഹരി വസ്തുക്കൾ ഉപയോഗിച്ച് നമ്മൾ നമ്മുടെ ശരീരത്തിനെ തന്നെ നമ്മൾ തന്നെ നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അതുപോലെ തന്നെ നമ്മുടെ 10 കൽപ്പനകളിൽ കൊല്ലരുതെന്നുള്ള ഒരു പ്രമാണമായിട്ട് ഇത് നമുക്ക് ലിങ്ക് ചെയ്യാൻ പറ്റും. കാരണം ഒരാൾ ലഹരി വസ്തു ഉപയോഗിക്കുമ്പോൾ അയാൾ സ്വയം നശിക്കുകയും ചെയ്യും, ചുറ്റുമുള്ളവരെയും നശിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പിന്നെ ഇന്നത്തെ കാലത്തെന്ന് പറയുമ്പോൾ ഇന്നലെ വരെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന വാർത്തകളിൽ ഏറ്റവും നിറഞ്ഞു നിൽക്കുന്ന ഒരു അക്രമങ്ങൾക്ക് ഏറ്റവും കാരണമായി വരുന്നത് ലഹരി വസ്തുക്കൾ തന്നെയാണ്. അത് നമ്മളെ തന്നെയും നമ്മുടെ ചുറ്റുമുള്ളവരും ഒരുപോലെ നശിപ്പിക്കുന്നു എന്നാണ് ഈ ലഹരി വസ്തുക്കളുടെ ഒരു പ്രത്യേകത. അതെ, അത് കറക്റ്റ് ആണല്ലേ പറഞ്ഞ കാര്യം. അപ്പൊ നമ്മുടെ കുറച്ച് പേര് നല്ലൊരു ഗ്രൂപ്പ് സോങ് ഒക്കെ ആയിട്ട് ഒരു ബൈബിൾ സോങ് ആയിട്ട് റെഡി ആയിട്ടുണ്ട്. നമുക്ക് അവരെ ഒന്ന് ഇൻവൈറ്റ് ചെയ്താലോ? പുറപ്പാട് ലേവ്യര് സംഖ്യ നിയമാവർത്തനം ജോഷുവ ന്യായാധിപന്മാർക്ക് 1-2 സാമുവേലേ 1-2 രാജാക്കന്മാർ 1-2 ദിനവൃത്താന്തം എസ്രാ നെഹേമിയ തോബിത്ത് യൂദിത്ത് എസ്തേർ 1-2 മക്കബായ ജോബ് സങ്കീർത്തനങ്ങൾ സുഭാഷിതങ്ങൾ സഭാപ്രസംഗകർ ഉത്തമഗീതം ജ്ഞാനം പ്രഭാഷകനേശയ്യ ജെറമിയ വിലാപങ്ങൾ ബാറൂക്ക് എസെക്കിയേൽ ദാനിയേൽ ഹോസിയ ജോയേൽ ആമോസ് ഒബാദിയ യോനാ മിക്ക നാഹൂം ഹബക്കുക്ക് സഫനിയ ഹഗ്ഗായി സക്കറിയ മലാക്കി മത്തായി മാർക്കോസ് ലൂക്ക യോഹന്നാൻ അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ റോമ 1-2 കോറിന്തോസ് ഗലാത്തിയ എഫെസോസ് ഫിലിപ്പി കൊളോസോസ് 1-2 തെസ്സലോനിക്ക 1-2 തിമോഥെയോസ് തീത്തോസ് ഫിലമോൻ ഹെബ്രായർ യാക്കോബ് 1-2 പത്രോസ് 1-2 യോഹന്നാൻ യൂദാസ് വെളിപാട് 73 പുസ്തകങ്ങൾ അടങ്ങിയതാണീ വിശുദ്ധ ഗ്രന്ഥം. നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങൾ ബൈബിൾ മൊത്തം എത്ര പുസ്തകങ്ങളുണ്ട് ആരൊക്കെയെന്നൊക്കെ പഠിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഓക്കെ, ആർക്കാണ് യഥാർത്ഥത്തിൽ ഈ പാപം മോചിക്കാൻ ഇപ്പോൾ അധികാരം കൊടുത്തിരിക്കുന്നത്? ആർക്കൊക്കെയാണ്? 2 പേര് കൈപ്പൊക്കിയുണ്ട് അല്ലെ. ആർക്കാ വേണ്ട ആദ്യം മൈക്ക്? വൈദികനാണ് ഇപ്പോൾ പാപം മോചിക്കാൻ അധികാരമുള്ളത്. ദൈവം കഴിഞ്ഞിട്ടുള്ളത്. ഇത് തന്നെയാണോ മോന്റെ ഉത്തരം? അല്ല, വേറെയാണ്. ഓക്കെ, ദൈവത്തിന് മാത്രമേ പാപങ്ങൾ ക്ഷമിക്കാൻ കഴിയുകയുള്ളൂ. യേശു ദൈവപുത്രനായതുകൊണ്ട് മാത്രമാണ് നിന്റെ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നത് എന്ന് പറയാൻ കാരണം. ഓക്കെ, പാപങ്ങൾ മോചിക്കാനുള്ള അധികാരം യേശു നൽകിയത് കൊണ്ട് മാത്രമാണ് വൈദികർക്ക് യേശുവിന്റെ പ്രതിപുരുഷൻ എന്ന നിലയിൽ പാപങ്ങൾ മോചിക്കാൻ കഴിയുന്നത്. ഓക്കെ, നല്ലൊരു ഐഡിയ കൊടുക്കാം 2 പേർക്കും. ആഷ്ലിനും 2 പേർക്കും കൊടുക്കാം. കാരണം ആഷ്ലിൻ പറഞ്ഞ ഉത്തരം 2ഉം സെയിം തന്നെയാണ്. പക്ഷെ ഒന്നുകൂടി ക്ലാരിറ്റി കിട്ടിയത് ആര് പറഞ്ഞപ്പോഴാണ്? ജുവാൻ പറഞ്ഞപ്പോഴാണ്. 2 പേര് ഉത്തരം സെയിം ആയിരുന്നു. പക്ഷെ ആ അധികാരം ആർക്കാണ്? ദൈവത്തിനാണ്. ആ അധികാരം വേറൊരാൾക്കും കൂടി ദൈവം കൊടുത്തിട്ടുണ്ട്. അതാർക്കാണ്? വൈദികർക്കാണ്. അപ്പൊ ടീച്ചർമാരോട് ഒരു കോമൺ ആയിട്ട് ഒരു ചോദ്യം ചോദിക്കുകയാണ്.
വാഗയിലെ കുട്ടികളെ പറ്റിയിട്ടും കാറ്റീസിനെ പറ്റിയിട്ടും ഇന്നത്തെ ഈ വിഷയത്തെ പറ്റിയിട്ടും നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരാൾക്ക് ഒരു ജനറൽ ആയിട്ട് എന്തെങ്കിലും? വാഗയുടെ വകയിലെ കുട്ടികൾ എന്ന് പറഞ്ഞാൽ എല്ലാ കുട്ടികളും വളരെ ആക്റ്റീവാണ്. എല്ലാ കാര്യങ്ങളും ചെയ്യാൻ എന്ത് പറഞ്ഞാലും അവർ ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളിലും അവർ മുൻപിട്ട് നിൽക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. അതുപോലെ തന്നെ പറഞ്ഞ കാര്യങ്ങൾ ചെയ്തിട്ട് വരാനോ അല്ലെങ്കിൽ അതിനതുപോലെ ചെയ്യണ്ടേ എന്ന് പറയുമ്പോൾ അത് ചെയ്യാനായിട്ടുള്ള താല്പര്യം കൂടുതലായിട്ട് കുട്ടികൾ കാണിക്കാറുണ്ട്. പിന്നെ പഠന കാര്യത്തിലും കുട്ടികൾ ബാക്കിലൊന്നുമല്ല. എല്ലാ കുട്ടികളെ പോലെ തന്നെ നല്ല രീതിയിൽ പഠിക്കാനും പരീക്ഷയ്ക്ക് ഒരുങ്ങാനൊക്കെ കുട്ടികൾ തയ്യാറാവാറുണ്ട്. പിന്നെ ആത്മീയമായിട്ടുള്ള കാര്യങ്ങളിലായാലും വെക്കേഷൻ ടൈമിലും അതുപോലെ തന്നെ നോമ്പ് കാലത്തൊക്കെ അച്ഛൻ മുന്നേ തന്നെ പറയാറുണ്ട്, സമ്മാനമുണ്ട് മുടങ്ങാതെ പള്ളിയിൽ വരുന്നവർക്കെന്ന് പറയുമ്പോൾ ആ കുട്ടികൾ പരമാവധി പിള്ളേർ വരാനായിട്ട് ശ്രമിക്കാറുണ്ട്. അപ്പോൾ നിസ്സാരക്കാരല്ലാതെ ടീച്ചർ തന്നെ വീണ്ടും പറയാണ് അല്ലേ, നിങ്ങൾ ഈ പറഞ്ഞ മാതിരി എന്നും കുർബാനയ്ക്ക് വരുന്ന കുട്ടികളാണ്, നല്ല മാർക്ക് മേടിക്കുന്ന കുട്ടികളാണ്. അപ്പം എന്തുകൊണ്ടും കാറ്റീസം ഡിപ്പാർട്ട്മെൻറ്റ് സമ്പന്നരാണ് എന്നുള്ളതാണ് അല്ലേ. അറിവ് കൊണ്ടും അതേപോലെ തന്നെ നിങ്ങളുടെ പ്രവർത്തികൾ കൊണ്ടും നിങ്ങൾ ഈശോനെ ഈ പറയുന്ന സുവിശേഷ പ്രഘോഷണം വഴി നിങ്ങൾ കാണിക്കുന്ന കുട്ടികളാണ്. ഓക്കെ, ഇന്നത്തെ ടോപ്പിക്കിനെ റിലേറ്റഡ് ആയിട്ട് പാപത്തെ പറ്റിയിട്ട് നിങ്ങൾ എന്തൊക്കെയാണ് കുട്ടികൾക്ക് കൂടുതൽ അവരെ ഇതിലേക്കൊന്നും വീഴാതിരിക്കാനായിട്ട് നിങ്ങൾ പറയാറുള്ള കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ വേറെ ഏതെങ്കിലും ടീച്ചർമാർക്ക് സംസാരിക്കാം? ഈശോയെ ചേർത്ത് പിടിച്ചാൽ തന്നെയാണ് നമുക്ക് ഈ ലോകത്തിൽ നിന്ന് വേറിട്ടിട്ട് വ്യത്യസ്തമായിട്ടുള്ളൊരു വിശുദ്ധമായിട്ടുള്ളൊരു ജീവിതം നമുക്ക് ഉണ്ടാവുള്ളൂ. അത് കുട്ടികൾക്ക് തീർച്ചയായും ഇപ്പോഴത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ അവർക്ക് പഠിപ്പ് എല്ലാ കാര്യത്തിലും ടെൻഷൻ തന്നെയാണ്. ഈ ടെൻഷൻ മാറ്റി വെച്ചിട്ട് ഒരു നല്ലൊരു സക്സസ് ഉണ്ടാവണമെങ്കിൽ അതിന് ഈശോ തന്നെ കൂടെ വേണം. സഹായകനായിട്ട് നമുക്ക് പരിശുദ്ധാത്മാവിനെ കൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് കൂടുതൽ സ്ട്രോങ് ആയിട്ട് കൂടുതൽ കോൺഫിഡൻസോട് കൂടി കുട്ടികൾ മുന്നോട്ട് വരണമെങ്കിൽ ഈശോയുടെ സഹായം പ്രത്യേകം ആവശ്യമാണ്. അതെ, ഇപ്പോൾ എനിക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് കുട്ടികൾ ഇത്ര എനർജറ്റിക് ആയിട്ട് ഇത്ര നോളജുള്ള കുട്ടികളായിട്ട് മാറിയെന്നുള്ളത്. കാരണം ഇത്രയും നല്ല രീതിയിൽ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന അധ്യാപകരാണ് നിങ്ങളുടെ ശക്തി എന്ന് പറയുന്നത്. അപ്പോൾ ഈ അധ്യാപകർക്കും നല്ലൊരു കൈയടി കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞ അവസാന സമ്മാന ചോദ്യമാണ്. നിങ്ങൾ നോക്കുക, ഇല്ലെങ്കിൽ അധ്യാപകർക്ക് ഉത്തരം പറയാം. ചോദ്യം ഇതാണ്, നമ്മളെല്ലാവരും ജനുവരി മാസത്തിൽ അങ്ങനെ ആഘോഷിക്കാറുണ്ട് അല്ലേ. നമ്മുടെ പ്രത്യേകിച്ച് തൃശ്ശൂർ ജില്ലയിൽ ജനുവരി മാസം എന്ന് പറയുമ്പോൾ നമുക്ക് നിൽക്കാൻ സമയമില്ല. സ്കൂളിൽ എങ്ങനെ പോകുന്നുള്ള കൺഫ്യൂഷനാണ്. കാരണം എന്താണ്, എല്ലായിടത്തും പെരുന്നാളാണ്, അമ്പ് പെരുന്നാളിൻ്റെ സമയമാണ്. അമ്പ് പെരുന്നാൾ എന്ന് പറയുമ്പോൾ നമ്മൾ ഒരാളെ മറക്കരുത്. ആരെയാണ്? സെബസ്ത്യാനോസിന്റെ പെരുന്നാളാണ്. ഈ സെബസ്ത്യാനോസ് രക്തസാക്ഷിയായത് എവിടെ വെച്ചിട്ടാന്നുള്ളതാണ് ചോദ്യം. റോമിലാണോ? അല്ല, ട്രൈ ചെയ്യാം, തെറ്റൊന്നുമില്ല. ഉണ്ടാ ഇടയ്ക്ക് കറക്റ്റായിട്ട് ഒന്നുകൂടി പ്രിസൈസ് ആയിട്ടുള്ള രീതിയിൽ ഉത്തരം പറഞ്ഞു. എന്നിരുന്നാലും നമ്മുടെ കുഴപ്പമില്ലല്ലോ. കണ്ട, ഇതാണ് കുട്ടികൾ. കണ്ട, കറക്റ്റായിട്ടുള്ള പ്രിസൈസ് ഉത്തരത്തിന് അന്നേരം എൻ്റെ അനിയന് നിങ്ങൾ സമ്മാനം കൊടുക്കൂ എന്ന് പറഞ്ഞിട്ടുള്ള ഇതളാണ് ഇന്നത്തെ ഹീറോ എന്ന് പറയില്ലേ. അതേപോലെ നമ്മുടെ പേരെന്തായിരുന്നു മോൻ്റെ? ജുവാനാണ് ഇന്നത്തെ ആ സമ്മാനം കിട്ടിയിരിക്കുന്നത്. ജുവാന് ആ ഒരു നല്ലൊരു കൈയടി കൊടുത്തുകൊണ്ട് തന്നെ നമുക്ക് ആ സമ്മാനം കൈമാറാം. നിങ്ങൾ ഇങ്ങനെ നിൽക്കണമെങ്കിൽ നിങ്ങൾക്കൊരു ബാക്ക് ബോൺ ഉണ്ടായിരിക്കും അല്ലേ, ഒരു നെടുന്തൂണായിരിക്കും. അത് തീർച്ചയായിട്ടും നിങ്ങളുടെ അച്ഛനാണ്. എന്നിരുന്നാലും അച്ഛൻ മാത്രം പോരാ, നമ്മൾ ഈശോ അച്ഛന്മാർക്ക് വൈദികർക്ക് ഇങ്ങനെ ആ ഒരു അധികാരം കൊടുത്ത പോലെ തന്നെ കാറ്റീസം ഡിപ്പാർട്ട്മെന്റ് ഇന്നൊരാൾ കൊണ്ടുപോയി കഴിഞ്ഞാൽ അത് ഉഷാറാവുമെന്ന് പറഞ്ഞ് കൊടുത്തിട്ടുള്ള ഒരാൾ നിങ്ങളുടെ അവിടെ ഉണ്ടാവും, നിങ്ങളുടെ പ്രധാന അധ്യാപകൻ. ഓക്കെ, അപ്പോൾ മാഷാണ്. മാഷിനെ എത്രയും സ്നേഹത്തോട് കൂടിയിട്ട് ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. എൻ്റെ പേര് ജലിജ് എന്നാണ്. ഞാനൊരു ഹയർ സെക്കൻഡറി അധ്യാപകനാണ്. ഇവിടെ 5 വർഷമായിട്ട് വാഗ ഇടവകയിലെ മതബോധനത്തിൻ്റെ പ്രിൻസിപ്പാളായി ജോലി ചെയ്യുന്നു, സേവനം ആയിട്ട് കാണുന്നു. അതോടൊപ്പം നമ്മൾ ഈ ഒരു പള്ളിയെക്കുറിച്ച് വളരെ കുറച്ച് ഉള്ള ഒരു സമൂഹം, അത് വളരെ ദൃഢമായൊരു വിശ്വാസത്തിലേക്ക് നമ്മളെ നയിച്ചുകൊണ്ടിരിക്കുന്നത് വിശുദ്ധ സെബസ്ത്യാനോസിൻ്റെ മധ്യസ്ഥമാണ്. അവരുടെ പ്രാർത്ഥന പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ നമുക്കറിയാം, കോവിഡ് വന്ന് ഇവിടെ ധാരാളം ആളുകൾ മരിക്കുകയും ഒക്കെ ഉണ്ടായൊരു സംഭവം ഉണ്ടായിട്ടും വാഗയെ സംരക്ഷിച്ചത് വിശുദ്ധ സെബസ്ത്യാനോസ് തന്നെയാണെന്ന് പൂർണ്ണമായി വിശ്വസിക്കാൻ സാധിക്കും. കാരണം ഒരു മരണം പോലും വാഗയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. കോവിഡ് മൂലം നമ്മുടെ ഇടവകയിലെ ഒരാൾ പോലും മരണപ്പെട്ടില്ല എന്നുള്ളത് വളരെ എടുത്തു പറയേണ്ട ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം തന്നെയായിട്ട് കാണുന്നു. അതോടൊപ്പം നമ്മുടെ യൂണിറ്റിനെ 3 പ്രാവശ്യം ഫൊറോന തലത്തിലെ ബെസ്റ്റ് മോഡൽ യൂണിറ്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. 6:15 ഞങ്ങളുടെ വിശുദ്ധ കുർബാന. അതിന് എല്ലാ കുട്ടികളും മുടങ്ങാതെ എത്തുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് കാണിക്കാൻ പറ്റുന്ന ഏറ്റവും വലിയ സുവിശേഷ പ്രഘോഷണമായിട്ട് നമുക്കിവിടെ കാണാൻ സാധിക്കും. നിങ്ങൾക്കറിയാം, പലരും ഇന്ന സമയത്ത്
ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ ഹയർ സെക്കൻഡറി വരെ കുട്ടികൾ 8 മണിക്ക് എഴുന്നേൽക്കുന്ന കുട്ടികളാണ്. ആ ഒരു സാഹചര്യത്തിൽ ഇവിടെ ഒരു 5:30 എഴുന്നേറ്റ് അവർ വന്നാൽ മാത്രമേ നമുക്ക് ആ കാര്യങ്ങൾ ഭംഗിയായിട്ട് നടത്താനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇതൊക്കെ ഒരു അനുഗ്രഹമായിട്ട് കാണുന്നു. അതുപോലെ തന്നെ ഇവിടുത്തെ കൈക്കാരന്മാരുടെ സഹകരണം, ഞങ്ങൾ എന്തൊരു കാര്യം പറഞ്ഞാലും അവർ അത് ഏറ്റെടുക്കുകയും അതിനുവേണ്ട എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരികയും ചെയ്യുന്ന ഒരു സാഹചര്യമാണ് നിലവിൽ ഇവിടെ ഉള്ളത്. ഞങ്ങൾ എല്ലാ ദിവസവും അസംബ്ലി ഉണ്ട്. അസംബ്ലിയിലെ ഒരു വിശുദ്ധനെ പരിചയപ്പെടുത്തും. അതോടൊപ്പം തന്നെ അന്നത്തെ സൺഡേ സ്റ്റാറായിട്ട് തിരഞ്ഞെടുക്കുന്ന ആ കുട്ടിക്ക് സമ്മാനങ്ങൾ നൽകുന്നു. അതുപോലെ വചനം, അച്ഛൻ വായിച്ച വചനം, അതിനെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നു. അവർ ഭംഗിയായി ഉത്തരം പറയുകയും അവർക്ക് സമ്മാനം നൽകുകയും ചെയ്തു വരുന്നുണ്ട്. അതോടൊപ്പം 15 വർഷം സനിത KS-ഉം അതുപോലെ ജിൽന ജോസും 15 വർഷം മുടങ്ങാതെ ഈ മതബോധനത്തിന് വരികയും അതിൻ്റെ അതിരൂപത അവാർഡ് കരസ്ഥമാക്കിയ 2 വ്യക്തികളാണ് അവർ. അതും നമുക്കൊരു പ്രചോദനമാണ്. പക്ഷേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു തൃശ്ശൂർ അതിരൂപതയിൽ തന്നെ മാതൃകയാക്കാവുന്ന ഒരു കാറ്റീസം ഡിപ്പാർട്ട്മെന്റ് ആണ് വാഗടവകയിലെ. അത് മാസ്റ്റർ ഒരു കഴിവായിട്ട് ഞാൻ അതിനെ കാണുന്നു. ഓക്കെ, താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. അപ്പോൾ എല്ലാവരും ഹാപ്പി അല്ലേ? ഉഷാറായില്ലേ? എനർജി ആയില്ലേ? ഇനി ആർക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ജീവിക്കാൻ പോണേ? ഞാൻ പറയാതെ തന്നെ അവർ പറഞ്ഞു, നമ്മൾ എപ്പോഴും പ്രൈസ് ദ ലോർഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ തുടങ്ങാറുള്ളൂ. അതേപോലെ തന്നെ നമ്മളെല്ലാവരും ഒരുമിച്ച് ഒരു എനർജിയോട് കൂടിയിട്ട് പ്രൈസ് ദ ലോർഡ് പറഞ്ഞിട്ട് നമ്മൾ ഈ ഒരു സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാനായിട്ട് പോവാണ്. റെഡി അല്ലേ? ആർ യു റെഡി? ആ, എനർജി വരട്ടെ. റെഡി, 1 2 3 ഗോ. ഇതേ എനർജിയോട് കൂടിയിട്ട് നമ്മൾ മറ്റൊരു ഇടവകയിൽ നെക്സ്റ്റ് വീക്ക് വരുന്നതായിരിക്കും സൺഡേ ചാറ്റ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ബൈ. റോസാ പൂവേ റോസാ പൂവേ സ്വർഗീയ റോസാ പൂവേ. പ്രിയമക്കളെ, ഏഞ്ചൽ ഓഫ് ഹോപ്പിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒന്നിച്ച് പരിശുദ്ധ അമ്മയുമായിട്ട് കുറച്ച് സമയം ചെലവഴിക്കും. റെഡിയല്ലേ? വായോ, നമുക്ക് അമ്മയോടൊപ്പം ഇരുന്ന് നമുക്ക് ചിന്തിക്കാം. പ്രിയമുള്ളവരെ, ഈ ജപമാല എന്ന വാക്കിൻ്റെ അർത്ഥം എന്തായിരിക്കും? ഇംഗ്ലീഷിൽ ആ വാക്കിൻ്റെ അർത്ഥം മക്കളൊന്ന് പറഞ്ഞേ, എന്തായിരിക്കും? ജപമാല, റോസറി. മിടുക്കര്, റോസറി. ഇനി റോസറിയുടെ അർത്ഥം അറിയാവോ? കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും. സിസ്റ്റർ പറയാം. റോസാപ്പൂക്കളുടെ കൂട്ടം. കണ്ടല്ലേ? റോസാപ്പൂക്കളുടെ കൂട്ടം, അതാണ് ജപമാല എന്ന വാക്കിനർത്ഥം. അപ്പോൾ ഒരു ജപമാല എടുക്കുമ്പോൾ സിസ്റ്റർ കാണിച്ചു തരാം. നിങ്ങളുടെ കൈവശമൊക്കെ ഉണ്ടായിരിക്കും. ഒരു ജപമാല എടുക്കുമ്പോൾ അതിൽ എത്ര മുത്തുകളുണ്ടാവും? 53 മണി അല്ലേ? 53 മണി ജപം എന്നാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ഒരു റോസറി ചൊല്ലുമ്പോൾ ഇതുപോലെ നമ്മൾ പൂക്കൾ 53 റോസാപ്പൂക്കളെടുത്ത് ചേർത്ത് കെട്ടി അമ്മയുടെ കഴുത്തിൽ അണിയിക്കുന്നതാണ് ഒരു ജപമാല. ഓക്കെ, അപ്പോൾ എപ്പോഴൊക്കെ റോസറി പറയുന്നോ ജപമാല ചൊല്ലുന്നു, അപ്പം വിചാരിക്കണം നമ്മളിരുന്ന് ഇതുപോലെ ഒരു തോട്ടത്തിൽ നിന്ന് റോസാപ്പൂക്കൾ പറിച്ച് അമ്മയുടെ കഴുത്തിൽ അണിയിക്കുന്നു. ഇനി നമ്മളൊരു ജപമാല ചൊല്ലുമ്പോൾ നമ്മൾ എന്താ ചെയ്യാറ്? നമ്മൾ അമ്മയുടെ മടിത്തട്ടിലിരുന്ന് ഈശോയെ പറ്റി ധ്യാനിക്കുക. ഓക്കെ, അമ്മയുടെ മടിത്തട്ടിലിരുന്ന് ഈശോയെ പറ്റി ധ്യാനിക്കുന്നതാണ് ഓരോ ജപമാല പ്രാർത്ഥനയും. പ്രിയമക്കളെ, സിസ്റ്റർ ഒരു ചോദ്യം കൂടി ചോദിക്കട്ടെ? പറയുക. ഓക്കെ, ട്രൈ യുവർ ബെസ്റ്റ്. ഏറ്റവും ശക്തമായിട്ടുള്ള പ്രാർത്ഥന ഏതാ? ഏറ്റവും ശക്തം. ലോകത്തിൽ കുറേ പ്രാർത്ഥനയുണ്ടല്ലോ. നമുക്ക് നൊവേനയുണ്ട്, സ്വർഗസ്നായ പിതാവുണ്ട്, ജപമാലയുണ്ട്, ദിവ്യബലിയുണ്ട്, അങ്ങനെ പല പ്രാർത്ഥനകളുണ്ട്. അപ്പം മക്കളുടെ അഭിപ്രായത്തിൽ ഏതായിരിക്കും ഏറ്റവും ശക്തിയേറിയ പ്രാർത്ഥന? 1 2 3 സ്റ്റാർട്ട്. പറഞ്ഞേ. ദിവ്യബലി. ദിവ്യബലിയാണ് ഏറ്റവും ശക്തമായ പ്രാർത്ഥന. അപ്പോൾ അങ്ങനെയെങ്കിൽ വീട്ടിലെ ഏറ്റവും ശക്തമായ പ്രാർത്ഥന, ദേവാലയത്തിലെ ഏറ്റവും ശക്തമായ പ്രാർത്ഥന വിശുദ്ധ കുർബാന. അപ്പം വീട്ടിലെ ഏറ്റവും ശക്തമായ പ്രാർത്ഥന ജപമാല. ഓക്കെ, ജപമാല അമ്മയെ കൂട്ടുപിടിച്ച് അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയാണ് ഏറ്റവും ശക്തമായ പ്രാർത്ഥന. ഇനി ജപമാല ചൊല്ലുമ്പോൾ 3 കൂട്ടർക്ക് പ്രത്യേക സന്തോഷമായിരിക്കും. അറിയോ? ഒന്ന് പരിശുദ്ധ അമ്മ അല്ലേ? അമ്മയ്ക്ക് സന്തോഷമാവും. രണ്ടാമത്തത് മാലാഖമാർ. മൂന്നാമത്തത് പരിശുദ്ധ ത്രിത്വം. ഓക്കെ, അപ്പം പരിശുദ്ധ ത്രിത്വം, മാലാഖമാർ, പരിശുദ്ധ അമ്മ, ഇവരെല്ലാം സന്തോഷിക്കും. അതായത് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം ഇറങ്ങി വന്ന് നമ്മളോടൊപ്പം ഇരുന്ന് സന്തോഷത്തോടെ ആനന്ദത്തോടെ നമ്മളെ ചേർത്ത് പിടിക്കും. ഓക്കെ, ഇനി പ്രിയമക്കളെ, എല്ലാ വിശുദ്ധന്മാർക്കും നമ്മളൊന്ന് സൂക്ഷ്മമായി പഠിച്ചാൽ മനസ്സിലാകും
എല്ലാ വിശുദ്ധർക്കും എല്ലാം ഈ ആത്മീയതയിൽ ഇങ്ങനെ തിളങ്ങി നിൽക്കണവർ, ദൈവത്തോട് ഇങ്ങനെ ചേർന്നിരിക്കുന്നവർക്കൊക്കെ മാതാവുമായിട്ട് ഭയങ്കര കണക്ഷനാണ്. അമ്മ ഇങ്ങനെ പൊന്നമ്മയെ പോലെ സ്വന്തം അമ്മയെക്കാട്ടിലുപരി സ്നേഹിച്ച് ഇങ്ങനെ കൊണ്ട് നടന്ന അവരെ കാണാം വിശുദ്ധരുടെ ലൈഫിൽ. അപ്പോൾ പിയൂസ് 9-ാം മാർപ്പാപ്പ പറയുന്നത് എന്നാണെന്നറിയാവോ? കുടുംബത്തിൽ, രാഷ്ട്രത്തിൽ, സമൂഹത്തിൽ നമുക്ക് സമാധാനം വേണമെങ്കിൽ എന്ത് പിടിക്കണം? ജപമാല ഇതുപോലെ പിടിക്കണം, ജപമാല ചൊല്ലണം. ജപമാല ചൊല്ലുമ്പോൾ നമ്മുടെ വീട്ടിൽ സമാധാനം ഉണ്ടാവും, രാജ്യത്ത് സമാധാനം ഉണ്ടാവും. അപ്പം നമ്മുടെ ഉള്ളിലൊക്കെ ഇച്ചിരി സമാധാനം. ഇന്ന് സമാധാനത്തിൻ്റെ പ്രശ്നമാണല്ലോ, മക്കൾക്കറിയോ? ഇന്ന് നമുക്ക് എല്ലാം ഉണ്ട്, പക്ഷെ മനസമാധാനം കുറവാണ്. അപ്പോൾ ഈ സമാധാനമൊക്കെ കുറഞ്ഞു പോയി എന്ന് തോന്നുന്നതിന് മുമ്പ് തന്നെ ജപമാല പൊക്കി പിടിക്കണം. ഓക്കെ, പ്രാർത്ഥിക്കണം. ഇനി പൗലോസ് അഞ്ചാമൻ മാർപ്പാപ്പയെ ഒരു കാര്യം പറയുന്നുണ്ട്. പൗലോസ് അഞ്ചാമൻ പറയുന്നത് സ്വർഗത്തിൻ്റെ ഭണ്ഡാരം അമ്മയെ കൂട്ടുപിടിച്ചാൽ നമുക്ക് കിട്ടും എന്ന് പറഞ്ഞാൽ, അമ്മയോളം വളർന്ന ആൾക്കാരുണ്ടോ? അമ്മയോളം ഹൃദയവിശാലതയുള്ള, അമ്മയെപ്പോലെ മനസ്സിലാക്കുന്ന ആൾക്കാർ കുറവെന്നാണ് പറയുന്നത്. അപ്പം അങ്ങനെയെങ്കിൽ ഈ സ്വർഗത്തിലെ അമ്മ നമുക്കെല്ലാം തന്നു അല്ലേ? സ്വന്തം പുത്രനെ വരെ തന്നു. സ്വർഗത്തിൽ നമ്മൾ സ്വർഗത്തിൻ്റെ രാജ്ഞിയായി എടുത്തുയർത്തിയെങ്കിലും ഒരുപക്ഷെ അവിടെ ഇരിക്കാതെ നമ്മളോടൊപ്പം ഇരിക്കാൻ ആഗ്രഹിക്കുന്നത് ഈ പരിശുദ്ധ അമ്മ, ഈശോയുടെ അമ്മ, നമ്മുടെ അമ്മയാണ്. അപ്പോൾ സ്വർഗത്തിൻ്റെ ഭണ്ഡാരം അമ്മ നമുക്ക് വേണ്ടി തുറന്നു തരും. ഇനി ഒരു മാർപ്പാപ്പയുടെ കാര്യം കൂടി പറഞ്ഞുതരാം. ലിയോ 13-ാമൻ മാർപ്പാപ്പ. ഈ മാർപ്പാപ്പ പറയുന്നത് നമ്മുടെ രാജ്യത്തിലെ തിന്മകൾ ഒക്കെ, വീട്ടിലെ ശത്രുക്കൾ ഒക്കെ, നമുക്ക് പേഴ്സണലായിട്ടുള്ള ശത്രുക്കൾ, അങ്ങനെ ശത്രുക്കളെ ഒഴിവാക്കണമെങ്കിൽ ഏറ്റവും ശക്തമായ ആയുധം ജപമാലയാണ്. ഓക്കെ, അപ്പോൾ ജപമാല കാണുമ്പോൾ മക്കളെ നിങ്ങൾ ഉമ്മ കൊടുക്കണം, ചേർത്ത് പിടിക്കണം. അതിലൊക്കെ നാണക്കേടുണ്ടോ? നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ടൊന്നും വിചാരിക്കരുത്. കഴുത്തിലൊന്ന് തടഞ്ഞ് നോക്കിയൊക്കെ ഉണ്ടോ ജപമാല? ഉണ്ടെങ്കിൽ മിടുക്കരാണ്. ഗോഡ് ബ്ലെസ് യു. ഇല്ലെങ്കിലും മക്കളെ നിങ്ങൾ അമ്മയോടോ അച്ഛനോടോ പറഞ്ഞ് എത്രയും വേഗം ഒരു ജപമാല വാങ്ങിച്ച് കഴുത്തിയിൽ അണിയണം. അത് അലങ്കാരമല്ല, സംരക്ഷണമാണ്. നമുക്ക് വേണ്ടേ ബോഡി ഗാർഡ്? ഇല്ലേ, നമ്മൾ സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ ബോഡി ഗാർഡ്? ആദ്യം അറ്റാക്ക് ചെയ്യുന്നത് ബോഡി ഗാർഡ് അല്ല, നമ്മളെ അറ്റാക്ക് ചെയ്യാൻ വന്ന ബോഡി ഗാർഡായിരിക്കും തടയുന്നത്. അവരെ നശിപ്പിച്ചാൽ മാത്രമേ നമ്മൾ അറ്റാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുപോലെ പരിശുദ്ധ അമ്മ നമ്മളെ കഴുത്തിൽ ഈ മാല അണിയുമ്പോൾ ഒരു സംരക്ഷണ കവചമായിരിക്കും. അപ്പോൾ ഇതൊരു വജ്രായുധമാണ് മക്കളെ, വജ്രായുധം. അപ്പം നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കിയേ, നമുക്കൊരു ശത്രുവുണ്ട്. ഒരു ശത്രു ഉണ്ടെങ്കിൽ നമുക്കിങ്ങനെ ചൂണ്ടിക്കാണിച്ചാൽ മതി അല്ലേ? ഇതുപോലെ തോക്കുപോലെ കാണിച്ചാൽ മതി അല്ലേ? കാക്കയൊക്കെ നമ്മൾ സൗണ്ട് ഉണ്ടാക്കി ടിഷ് എന്ന് പറയുമ്പോൾ പറക്കത്തില്ലേ? എന്നാൽ ശരിക്കും ഒരു ശത്രു വന്നാൽ നമ്മൾ വെറുതെ ഒരു ആക്ഷൻ കാണിച്ചാൽ പോവോ? ഇല്ല. അപ്പം ചിലവരെ ഓടിക്കാൻ നമുക്ക് പൊട്ടാസ് മതി. ചില ശത്രുക്കളെ പറത്താൻ ചിലപ്പോൾ ഒരു കമ്പ് മതി. ചിലതിനെയോ വാള് വേണം. ചിലതോ നമുക്ക് ഇങ്ങനെ ടെററിസ്റ്റ് പോലെ വലിയ ഒരു രാജ്യത്തൊക്കെ അറ്റാക്ക് ചെയ്യുമ്പോൾ നമുക്ക് മിസൈൽ തന്നെ വേണം. അതുപോലെ മക്കളെ ഇത് മിസൈലിൻ്റെ പവറാണ്. നമുക്ക് വലിയ ഒരു ആയുധമാണ്, വജ്രായുധമാണ്. ഓക്കെ, നമ്മൾ സാധാരണ ആരെടുത്താണ് ഫൈറ്റ് ചെയ്യുന്നത്? സാധാരണ നമ്മളെപ്പോലെ ലോക്കൽ മനുഷ്യരോടല്ല, നമ്മൾ അരൂപികളോട്, സാത്താനോടാണ്. ശത്രുവിൻ്റെ സ്ഥാനത്ത് നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത് പിശാചുക്കളോടാണ്. അപ്പം പിശാചുക്കളെ പേടിക്കുന്നവരെ, പിശാചിനോട് ഇഞ്ചോടിഞ്ച് പോരാടുന്നവരല്ലേ നമുക്ക് വേണ്ടത്? പേടിച്ചോടുന്നവരെ വേണോ? ഇല്ല. അപ്പോൾ അങ്ങനെയുള്ളതിന് ഏറ്റവും ബെസ്റ്റ് ഉദാഹരണം നമ്മുടെ പരിശുദ്ധ അമ്മയാണ്. ഓക്കെ, അപ്പം വിചാരിക്കണം, ഇത് കഴുത്തിലുള്ളവരും സ്നേഹത്തോടെ, വെറുതെ അലങ്കാരമായിട്ട് കടയിൽ കിട്ടുന്ന ഒരു മാല ഇടുന്ന പ്രതീതിക്ക് മക്കൾ ഇടരുത്. സ്നേഹത്തോടെ അമ്മയെ അണിയുന്നത് പോലെ വേണം അണിയാൻ. ഓക്കെ, അപ്പോൾ ഈ ജപമാലയ്ക്ക് ഒത്തിരി പ്രത്യേകതയുണ്ട്. ഓക്കെ, ഈ ജപമാല നോക്കിക്കേ, നമ്മളിങ്ങനെ ഒരു ഉമ്മയൊക്കെ കൊടുത്ത് വേണം തുടങ്ങാൻ കേട്ടോ. ഇങ്ങനെ നമ്മളിങ്ങനെ ഓരോ മണികൾ ചൊല്ലുമ്പോൾ ഇങ്ങനെ ചവിട്ടി കയറി മല പോലെ നമ്മളിങ്ങനെ കയറി പുതിയ കാഴ്ചകൾ, പുതിയ അനുഭവങ്ങൾ ഒക്കെ നമുക്ക് വിളമ്പിത്തരും. ഓക്കെ, അപ്പോൾ ഒരു ഏണിയായിട്ട് ഉപയോഗിക്കാം. പിന്നെ നമുക്കൊരു സിസ്റ്റർ നേരത്തെ പറഞ്ഞില്ലേ, ശത്രു സൈന്യം, ശത്രുക്കൾ വരുമ്പോൾ മിസൈൽ പോലെ തുരുതുരാ നമുക്ക് അറ്റാക്ക് ചെയ്യാൻ പറ്റിയ ഒരു ആയുധമാണ്. ചാട്ട പോലെ ഉപയോഗിക്കാം. പിന്നെ നേരത്തെ പറഞ്ഞതുപോലെ മാല പോലെ ഉപയോഗിക്കാം. പിന്നെ നിങ്ങൾ മക്കളൊന്ന് ശ്രദ്ധിച്ച് നോക്കി, ഇത് ഭയങ്കര കണക്ഷൻ അല്ലേ? ഇതൊരു ചെയിൻ പോലെയല്ലേ? ഒരു ചെയിനിൻ്റെ ഏറ്റവും സ്ട്രെങ്ത് ഒളിഞ്ഞിരിക്കുന്നത് എവിടെയാണ്? ഏറ്റവും ബലഹീനമായ കണ്ണിയിലാണ്. ഓക്കെ, ഇതിൻ്റെ ശക്തി ഏറ്റവും ബലഹീനമാണ്. അപ്പം നമ്മുടെ വീട്ടിലും എല്ലാവരും പെർഫെക്റ്റ് അല്ല അല്ലേ? ചിലപ്പം പപ്പയായിരിക്കും ഇച്ചിരി പ്രശ്നം തരുന്ന, അമ്മയായിരിക്കാം, സഹോദരങ്ങളായിരിക്കാം. ആ ബലഹീനതയിൽ ഇടപെട്ട് ആ കണ്ണി സ്ട്രോങ് ആക്കാൻ ഈ ജപമാല പ്രാർത്ഥനയ്ക്ക് പറ്റും. ഒക്കെ നിങ്ങളൊന്ന് വിശ്വസിച്ചൊന്ന് ട്രൈ ചെയ്ത് നോക്കും മക്കളെ. അല്ലേ, പറയുന്നത് കേൾക്കേണ്ട, അനുഭവത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാം. ഇനി പ്രാർത്ഥിക്കാൻ ഭയങ്കര ഉറക്കമാണ്, പ്രാർത്ഥിക്കാൻ തോന്നുന്നില്ലെങ്കിൽ ആരോട് പ്രാർത്ഥിക്കും?
പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കണം. പരിശുദ്ധാത്മാവെ, എനിക്ക് ഈ പ്രാർത്ഥന ചൊല്ലി അമ്മയോട് ചേർന്നിരിക്കാൻ സഹായിക്കണേ. അപ്പോൾ മക്കളെ, നിങ്ങൾക്ക് ജപമാല കയ്യിലുണ്ടെങ്കിൽ നമുക്ക് ഒന്നിച്ചൊരു നന്മ നിറഞ്ഞ മറിയമേ എന്ന പ്രാർത്ഥന ചൊല്ലിയാലോ? ഓക്കെ, അപ്പോൾ ഒന്ന് എണീറ്റ് നിൽക്കാം. ഒരു ജപമാല വേഗം പിടിക്കാം, സ്നേഹത്തോട് പിടിക്കാം. നമുക്കിപ്പോൾ സമയമില്ല, നമുക്ക് ഒന്നിച്ചൊന്ന് പ്രാർത്ഥിക്കാം. ഓക്കെ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചോളണമേ. ആമേൻ.